സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. ഞാനേ നമ്മുടെ അതിരപ്പള്ളി വാഴച്ചാല് ആ ഏരിയയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പോരുമ്പോൾ നമ്മളെ ഗസ്റ്റ് പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ മുന്നിൽ നിർത്തി. അപ്പോൾ നമ്മൾ ഈ റൂട്ടിൽ നമ്മളെ വണ്ടി ഫീൽഡിലുള്ള ഒരുവിധ ആൾക്കാർക്ക് അറിയാം, അതിരപ്പള്ളി റൂട്ടിൽ ചട്ടിച്ചോറ് കിട്ടുന്ന കുറച്ച് ചേച്ചിമാർ നടത്തുന്ന ഒരു കട ഉണ്ടല്ലോ. അപ്പം എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഗ്രൗണ്ട് ഈ ഒരു ഏരിയ ഉണ്ട്. ഈ ഒരു ഏരിയയിൽ ഞാൻ വണ്ടി കൊടുത്തോണ്ട് നിർത്തി. അപ്പോൾ എനിക്ക് അതിശയകരമായിട്ടുള്ള സംഭവം ഞാൻ കണ്ടത് എന്താ വെച്ചാൽ, ഇവിടെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ 20 രൂപ ഇതുണ്ട് നമ്മൾ പാർക്കിംഗ് ഫീ ഉണ്ട്. സംഭവം ടാർ ചെയ്ത റോഡ് അല്ലേ, റോഡാണ് കാണുന്നത്. റോഡിൻ്റെ സ്പേസ് ആയിട്ട് ഇവിടെ അങ്ങനെ കുറച്ച് ചെറിയൊരു കട്ടിങ് ഉണ്ട്, ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്. ഞാനിത് ഈ ഹോട്ടലിലാണ് ഞാൻ ഭക്ഷണം കഴിക്കാൻ കയറിയത്. അപ്പം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അറിയണത് ഇവിടെ വണ്ടി നിർത്തിയാൽ 20 ഉറുപ്പിയുടെ ഫീ കൊടുക്കണമെന്നില്ല. അപ്പം ഞാൻ അവരോട് ചോദിച്ചു എന്താണ് ഇപ്പോൾ ഇത് ഇങ്ങനെ, കാരണം റോഡ് സൈഡിൽ വണ്ടി നിർത്തി ഇറങ്ങണതിന് ഇവിടെ കാണാനായിട്ട് വേറെ സംഭവങ്ങളൊന്നുമില്ല. അതിന് അതിരപ്പള്ളിയുടെ ഇടയിൽ ഈ കാണുന്ന ഇതിൻ്റെ പുറകിൽ കാണുന്ന നമ്മളുടെ ഈ പാം ഓയിലിൻ്റെ ഇതുണ്ടല്ലോ, ഈ ഫാം ഉണ്ടല്ലോ, ഈ ഫാമിൽ കൂടെ അങ്ങോട്ട് കടന്നു പോയിട്ട് കുളിക്കാൻ ആളുകൾ പോകാറുണ്ട്. അതുപോലെ അവർക്ക് വണ്ടി നിർത്തുമ്പോൾ ഉള്ളതാണെന്നാണ് അവർ പറയണത്. പിന്നെ അവർ പറയണത് പഞ്ചായത്ത് ആണ് ഇപ്പം അതിന് അനുമതി കൊടുത്തിട്ട് ഇതാക്കിയിരിക്കണമെന്ന് പറഞ്ഞു. സംഭവം എല്ലാം ശരിയൊക്കെ തന്നെയാണ്. സംഭവം ഇവിടെ വേസ്റ്റ് ഇടുകയാണ്. വേസ്റ്റ് ഇട്ടുകൊണ്ടുള്ള ആൾക്കാരുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആവശ്യമുള്ള ആൾക്കാർ വണ്ടി നിർത്തിയാൽ മതി എന്നുള്ളൊരവസ്ഥയിലാണ് പറഞ്ഞത്. സംഭവം നല്ലൊരു തീരുമാനമാണ്, എനിക്ക് അതിനോട് നല്ല യോജിപ്പ് തോന്നുന്നത്. കാരണം വേസ്റ്റ് തള്ളണ ആ ഒരു സിസ്റ്റം വെച്ച് നോക്കുമ്പോണ്ടല്ലോ അത് നല്ലത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അറിയേണ്ടത് നമ്മളുടെ ഈ ചട്ടിച്ചോറ് കഴിക്കാനായിട്ടുള്ള ഭക്ഷണത്തിൻ്റെ അവിടെ നിർത്തുകയാണെങ്കിൽ അവരുടെ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. എൻ്റെ വണ്ടി നിൽക്കുന്നുണ്ടോ അവിടെയാണ് ആ പാർക്കിംഗ് ഗ്രൗണ്ട്. ആ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വണ്ടി നിർത്തുക. ഇവിടെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ 20 രൂപയുടെ പാർക്കിംഗ് ഫീ ഉണ്ട് അല്ലേ? ഇവിടെ 20 രൂപയുടെ പാർക്കിംഗ് ഫീ അല്ലേ മേടിക്കണേട്ടാ? അതെ. ഏത് വണ്ടി? കാറ്. കാറ്, ട്രാവലർ, ബസ്സൊക്കെ എങ്ങനെ മേടിക്കുക? ബസ് 50 രൂപ. അപ്പൊ സുഹൃത്തുക്കളെ, ബസ് 50 രൂപയും കാറ് 20 രൂപയും അങ്ങനെ വെച്ചിട്ട് മേടിക്കുന്നത്. ഇവിടെ വേസ്റ്റ് തള്ളണേന്റെ ഭാഗമായിട്ട് അല്ലേ? വേസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. ഒരാൾ ശ്രദ്ധിക്കാനുണ്ടെങ്കിൽ കുറെ വേസ്റ്റ് ഒഴിവാക്കും. എന്നിട്ടും വിടുന്നുണ്ടെന്ന് 5-5:30 കഴിയുമ്പോൾ അവർ പോകും. അതന്നെ സുഹൃത്തുക്കളെ, കാരണം കണ്ടോ ഇവിടെയൊക്കെ വേസ്റ്റ് വലിച്ചെറിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണം. നമ്മളുടെ ഒരു സ്വഭാവം പൊതുവെ എങ്ങനെയാണെന്ന് വെച്ചാൽ, കൊണ്ടുവരണ ഭക്ഷണം കഴിച്ച് വയറിൻ്റെ ഉള്ളിലായി കഴിഞ്ഞാൽ പിന്നെ പ്ലേറ്റ് കണ്ണിക്കണ്ടോടത്തേക്ക് വലിച്ചെറിയാന്നാണ്. അങ്ങനെ വേസ്റ്റ് വലിച്ചെറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു സംവിധാനമാണ് സംഭവം. അത് എനിക്കും. എന്റെ പേര് രതീഷ്. ഞാൻ ശിവരാജൻ. ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ 28 വർഷം ജോലി ചെയ്തല്ലേ. ശിവരാജേട്ടൻ പറയുന്നുണ്ട്, നമുക്ക് അത് കേൾക്കാം. 28 വർഷം ഞാൻ ജോലി ചെയ്തല്ലേ. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മളെ സജഷൻ പറഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നത് നമ്മളോട് പാർക്കിംഗ് ഫീ പിരിക്കുന്നതിൽ കുഴപ്പമില്ല, ഒരു പ്രാഥമിക സൗകര്യം ഉണ്ടാക്കണം. അതൊക്കെ നല്ലതാണ്. ഞാൻ അതിന് ആ ചേച്ചിയോട് ഞാൻ ചോദിക്കുമ്പോൾ എന്റെ ഉള്ളിലുള്ളത് അതാണ്. ഒരു പാർക്കിംഗ് ഫീ, ഒരു പാർക്കിങ്ങിൽ വണ്ടി നിർത്തും